ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഹൈഡ്രോളിക് സിസ്റ്റം, അതേപോലെ ടൈപ്പ് ഓഫ് കൺട്രോൾ വാൽവ്. നിങ്ങളുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ നമ്മുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അതിപ്പോ മെക്കാനിക് ഡീസൽ ട്രേഡ് ആണെങ്കിലും മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് ഇയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഭാഗത്ത് ബേസിക് ടൂൾസും വർക്ക്ഷോപ്പ് ടെക്നോളജിയും ഒക്കെ പഠിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ITI നമുക്കറിയാം. നമ്മുടെ ITI കോഴ്സിൽ ആദ്യം നമ്മൾ ബേസിക് സേഫ്റ്റി, അതിനുശേഷം നമ്മളവിടെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ബേസിക് വർക്ക്ഷോപ്പ് ടൂളുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളതാണ് നമ്മളുടെ ഹൈഡ്രോളിക് സിസ്റ്റവും അതേപോലെ കൺട്രോൾ വാൽവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈഡ്രോളിക് സിസ്റ്റവും അതേപോലെ കൺട്രോൾ വാൽവും ഒക്കെ. നിങ്ങൾ കേട്ടാവും 2x2 ഡയറക്ഷണൽ വാൽവ്, 3x2 ഡയറക്ഷണൽ വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാൽവുകളെ കുറിച്ചും അവയുടെ ഓരോന്നിന്റെയും പ്രത്യേകമായിട്ടുള്ള ഉപയോഗങ്ങൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈഡ്രോളിക് സിസ്റ്റവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൺട്രോൾ വാൽവുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ നോക്കുന്ന ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുമുണ്ടാവും. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പവർ ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇസ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരുവിധപ്പെട്ട ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ എല്ലാം ഫ്ലൂയിഡ് പവർ ആണ് ഉപയോഗിക്കുന്നത്. ആ ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താവാം, ഒരു എയർ ആവാം, സച്ച് ആസ് എയർ, അല്ലെങ്കിൽ ഓയിൽ ആവാം. അതായത് ഇവിടെ ഹൈഡ്രോളിക്സിനെ കുറിച്ചും ന്യൂമാറ്റിക്സിനെ കുറിച്ചും രണ്ടും കൂടി ഒന്നിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് പവർ എന്ന് പറയുന്നത്. ഒരു ബുൾഡോസർ, വലിയ ഒരു ബുൾഡോസർ അഥവാ ഒരു എക്സ്കവേറ്റർ, നിങ്ങൾ എല്ലാവരും കണ്ടാവും. വലിയൊരു ബുൾഡോസർ അഥവാ ഒരു എക്സ്കവേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാ? ഇതേപോലെയുള്ള ഒരു ബുൾഡോസർ അഥവാ എക്സ്കവേറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാ? ഇതിന്റെ ഈ കൈ ഇങ്ങനെ മുന്നിലോട്ട് തള്ളാനും ഇതിന്റെ ഈ ഒരു ബക്കറ്റിലേക്ക് മണ്ണിനെ നിറയ്ക്കാനും അത് തിരിച്ച് ലോറിയിലേക്ക് നിറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്ലൂയിഡ് പവർ ആണ്. അതേപോലെ തന്നെ ന്യൂമാറ്റിക്കുകൾക്കും ഒരുപാട് ഉപയോഗങ്ങൾ. എയർ കംപ്രസർ നമുക്കറിയാം. ഏതൊരു ഇൻഡസ്ട്രിയുടെയും ഏതൊരു വ്യവസായശാലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ. ആ എയർ കംപ്രസറിൽ നിന്ന് ലഭിക്കുന്ന കംപ്രസ്ഡ് എയറിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് പല മെഷീനുകളും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. Moving soil where a new project is being built and a brake used in a car or truck are some examples where fluid power is used. Fluid power അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ബ്രേക്കിന്റെ കേസിലാണെങ്കിലും എക്സ്കവേറ്ററിന്റെ കേസിലാണെങ്കിലും ഇനി എയർ കംപ്രസറുകൾ ഉപയോഗിച്ച് സ്പ്രേ പെയിന്റ്, എയർ ഗണ്ണുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ, നമ്മളുടെ എയർ ലിഫ്റ്റുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ നമ്മളുടെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിന് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പവർ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഫ്ലൂയിഡ് മീഡിയം സച്ച് ആസ് എയർ ആൻഡ് ഓയിൽ എന്നാണ് പഠിക്കുന്നത്. അതായത് ശ്രദ്ധിക്കുക, ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞാൽ അത് രണ്ടും പെടും. ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും പെടും. എയർ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൂയിഡ് പവറും പെടും, ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൂയിഡ് പവറും എന്തിനാ പെടുക? നമ്മൾ രണ്ട് ഫ്ലൂയിഡ് പവർ എന്നുള്ള ഒരു ഗണത്തിലാണ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തിയിട്ടുണ്ടാവുക. ഓക്കെ, ഇൻ എ കൺട്രോൾഡ് മാനർ ആൻഡ് ടു ഗെറ്റ് സം യൂസ്ഫുൾ വർക്ക്. നമ്മളുടെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെയോ പവർ നമുക്കൊരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ the two specialized area will cover the scope of the definition of the term fluid power. Fluid power എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് ഫ്ലൂയിഡ് പവർ എന്ന് പറയാൻ സാധിക്കില്ല. ഫ്ലൂയിഡ് പവർ തന്നെ സ്പെസിഫൈഡ് ആയിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഫ്ലൂയിഡ് പവറിനെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. അതിൽ ഒന്നാമത്തിന് നമ്മൾ ന്യൂമാറ്റിക്സ് എന്നും രണ്ടാമത്തിന് നമ്മൾ ഹൈഡ്രോളിക്സ് എന്നും വിളിക്കുന്നു. ട്രാൻസ്മിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പവർ ബൈ മീൻസ് ഓഫ് എയർ ഇസ് കാൾഡ് ന്യൂമാറ്റിക്സ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളുടെ എയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പവർ ട്രാൻസ്മിഷനും അതേപോലെ പവർ വിതരണവും ഒക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൺട്രോളും ഒക്കെ എയർ മീഡിയം ഉപയോഗിച്ചാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ന്യൂമാറ്റിക്സ് എന്നും, അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നമ്മളെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയുന്നു, ഹൈഡ്രോളിക്സ് എന്നും പറയുന്നു. അപ്പൊ ഫ്ലൂയിഡ് പവറിന് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യാണ്. ന്യൂമാറ്റിക്സ് എന്നും ഹൈഡ്രോളിക്സ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ വർക്കിംഗ് മീഡിയം ആയിട്ട് വരുന്നതിനെയാണ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അഥവാ ലിക്വിഡ് വർക്കിംഗ് മീഡിയം ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനമായിട്ടും ഹൈഡ്രോളിക് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ പല മെഷീനുകളും
പല വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ചാണ്. ഒന്നുകിൽ ഹൈഡ്രോളിക് പവർ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ന്യൂമാറ്റിക് പവർ ഉപയോഗിച്ചിട്ടാണ് പല മെഷീനുകളും അതേപോലെ ഒരുപാട് മെഷീനുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാം. ഹൈഡ്രോളിക് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇൻ എ ഹൈഡ്രോളിക് സിസ്റ്റം, energy in the form of pressurized liquid oil is transmitted to an actuator where the work is to be done. The basic elements of the system are power source, control valve and actuator. എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം വെച്ച് പറയാം. ഇവിടെ നോക്കിയേ, ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം കാണുന്നുണ്ട്. ഇവിടെ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം കാണുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, ഒരു മാസ്റ്റർ സിലിണ്ടർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. ഇവിടുത്തെ ഒരാള് നമ്മുടെ ഈ മാസ്റ്റർ സിലിണ്ടർ പ്രസ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ സിലിണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാസ്റ്റർ സിലിണ്ടർ ഒരു പമ്പ് പോലെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂയിഡിനെ നമ്മള് തള്ളുന്നുണ്ട്. ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് തള്ളുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു പമ്പ് ഉണ്ട് അല്ലെ. ഇവിടെ എന്തുണ്ട്? ഒരു പമ്പ് ഉണ്ട്. എന്നിട്ട് വീൽ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. വീൽ സിലിണ്ടർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിയിട്ട് ആ ഫ്ലൂയിഡ് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? പിരിയുന്നു. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൽവ് പോലെ ഉണ്ട് എന്ന് കണക്കാക്കാം. ഇവിടെ ഒരു വാൽവ് ഉണ്ട് എന്ന് കരുതിക്കോ. സത്യത്തിൽ അവിടെ ഒരു വാൽവ് ഇല്ല, ഇവിടെ ഒരു വാൽവ് ഉണ്ട് എന്ന് കരുതിക്കോ. ഈ രണ്ട് സൈഡിലേക്കും ഫ്ലൂയിഡ് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് ഉണ്ട് എന്ന് കരുതിക്കോ. പിന്നീട് ഇവിടെ നിന്ന് കെട്ടിയ ഈ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിന്റെ ബലത്താലാണ് ഈ വീൽ സിലിണ്ടർ എന്ന് ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. അതായത് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ബേസിക് കൺസെപ്റ്റ് അതാണ്. ഒരു പമ്പ് ഉണ്ടായിരിക്കും, ഒരു പമ്പ് ഉണ്ടായിരിക്കും, ഒരു പമ്പ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരിക്കും. പിന്നെ ആക്ച്വേറ്റർ എന്നാ പറയുന്നത്. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്ലൂയിഡ് പവറിനെ യൂസ്ഫുൾ വർക്ക് ആക്കാം. ഈ ഫ്ലൂയിഡ് പവർ വന്നിട്ടാണല്ലോ ഈ ബ്രേക്ക് ഡ്രമ്മിന്റെ മുകളിലേക്ക് ബ്രേക്ക് ഷൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളപ്പെടുന്നത്. ആ തള്ളിക്കുന്നത് ആരാണ്? ഈ വീൽ സിലിണ്ടർ ആണ് അല്ലെ. അതായത് ഹൈഡ്രോളിക് പവറിനെ യൂസ്ഫുൾ വർക്ക് ആക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ ആക്ച്വേറ്റർ എന്താണ്? ആ വീൽ സിലിണ്ടർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പവർ സോഴ്സ് അഥവാ ഒരു പമ്പ് ഉണ്ട്. ഇവിടെ മാസ്റ്റർ സിലിണ്ടറിന്റെ കേസ് ആണെങ്കിൽ അവിടെ നമ്മൾ കാല് കൊണ്ട് കൊടുക്കുന്ന എന്താണ്? കാല് കൊണ്ട് കൊടുക്കുന്ന ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ പമ്പിങ് ഫോഴ്സ് കിട്ടുന്നത്. എന്നാൽ പല ഹൈഡ്രോളിക് സിസ്റ്റവും ഒക്കെ എന്താണ്? അവിടെ ഒരു ഗിയർ പമ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? നമുക്കത് വഴി അതിലേക്ക് വരാം. ഈ പമ്പ് എന്ത് ചെയ്യുന്നു? ഓയിലിന് നല്ല പ്രഷറിൽ എവിടേക്ക് കൊടുക്കുന്നു? ആക്ച്വേറ്ററിലേക്ക് കൊടുക്കുന്നു. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ അവിടെ വരയ്ക്കാം. ഒരു സിലിണ്ടർ ആണ്. ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ പിന്നീട് നമുക്ക് യൂസ്ഫുൾ വർക്ക് ആക്കുന്ന എവിടത്തേക്കെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടത്തേക്കാണ് എന്ത് ചെയ്യുക? ഹൈ പ്രഷറുള്ള ഓയില് കൺട്രോൾ വാൽവ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പിസ്റ്റൺ താഴത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹൈ പ്രഷറിൽ വരുന്ന ഫ്ലൂയിഡിന്റെ ബലം എന്തായിട്ട് മാറും? ഒരു യൂസ്ഫുൾ വർക്കായിട്ട് മാറും. അപ്പൊ പ്രധാനമായിട്ടുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു പമ്പ് ഉണ്ടാവും, ഒരു കൺട്രോൾ വാൽവ് ഉണ്ടാവും, ഒരു ആക്ച്വേറ്റർ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഓർഡർ പഠിക്കുക. ആദ്യം പമ്പ്, ആ പമ്പ് ഹൈ പ്രഷറിൽ ഓയിലിനെ എവിടേക്ക് കൊടുക്കും? കൺട്രോൾ വാൽവിലേക്ക് കൊടുക്കും. ഈ കൺട്രോൾ വാൽവ് ആണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്? ആക്ച്വേറ്റർ, ഇവിടുത്തെ കേസിലാണെങ്കിൽ വീൽ സിലിണ്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് പമ്പ്, എന്താണ് കൺട്രോൾ വാൽവ്, എന്താണ് ആക്ച്വേറ്റർ എന്നുള്ളത് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പമ്പ്, എന്താണ് കൺട്രോൾ വാൽവ്, എന്താണ് ആക്ച്വേറ്റർ? കൺട്രോൾ വാൽവ് എന്നാണ് പറയുക. കൺട്രോൾ വാൽവ്, ആക്ച്വേറ്റർ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ സെയിം വർക്കിംഗ് തന്നെയാണ് എന്തും സംഭവിക്കുന്നത്? നമ്മളുടെ എയർ ബ്രേക്കിനും സംഭവിക്കുന്നത്. ഇവിടെയും ഒരു പവർ സോഴ്സ് ഉണ്ടാവും, അതിനെ എയർ കംപ്രസർ എന്ന് പറയും. പിന്നീട് ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടായിരിക്കും, പിന്നീട് ഒരു വാൽവ് ഉണ്ടായിരിക്കും, പിന്നീട് വീണ്ടും ഈ ബ്രേക്കിനകത്ത് എന്തുണ്ടായിരിക്കും? നമ്മുടെ ആക്ച്വേറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് ടാങ്ക് കൂടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈ പ്രഷറുള്ള എയറിനെ സ്റ്റോർ ചെയ്തിട്ട് ആ ഹൈ പ്രഷറുള്ള എയർ നമ്മൾ കൊടുത്താൽ മാത്രമേ ആക്ച്വേറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എയർ ബ്രേക്കും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എയർ ബ്രേക്കിനെ കുറിച്ചും ഹൈഡ്രോളിക് ബ്രേക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം വിശദമായിട്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും
ജസ്റ്റ് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ പമ്പ്, എന്താണ് ഈ ആക്ച്വേറ്റർ, എന്താണ് ഈ കൺട്രോൾ വാൽവ് എന്നൊക്കെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ പാസ്കൽസ് ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാസ്കൽസ് ലോ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ദിസ് അലോസ് ദി പ്രഷർ എക്സൈറ്റഡ് ടു വൺ സർഫസ് ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ദ പ്രഷർ എക്സൈറ്റഡ് ഇൻ ദ എനി അതർ സർഫസ്. ഇവിടെ കൊടുക്കുന്ന പ്രഷർ അതേപോലെ നമുക്ക് ലാർജ് ഫോഴ്സ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഉപയോഗിക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. ദിസ് അലോസ് എ സ്മാൾ ഫോഴ്സ് അപ്ലൈഡ് ടു എ സ്മാൾ ഏരിയ ടു ബി കൺവേർട്ടഡ് ടു എ ലാർജ് ഫോഴ്സ് applied to a large area as it is in the hydraulic lift below. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് അതേപോലെ വലിയൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, വേറൊരു ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, പാസ്കൽസ് ലോ ആണ്. Pascal's law is the central law for the development of number of machines such as a hydraulic brake, hydraulic jacks, etc. This law states that the pressure exerted on a fluid is transmitted equally in all directions എന്ന് പറയുന്നുണ്ട്. ആക്ടിങ് വിത്ത് ഈക്വൽ ഫോഴ്സ് ഓൺ ഈക്വൽ ഏരിയ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ഫ്ലൂയിഡില് കൊടുക്കുന്ന പ്രഷർ എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ഫോഴ്സിലും ഒരേപോലെയും ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. The pressure exerted on a fluid is transmitted equally in all directions. എല്ലാ ഡയറക്ഷനിലും ഒരേപോലെ ട്രാൻസ്മിറ്റ് ആവുകയും അതേപോലെ എല്ലാ ഭാഗത്തും ഈക്വൽ ഫോഴ്സ് ആയിട്ട് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പാസ്കൽസ് ലോയുടെ ബേസിക് കൺസെപ്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ എല്ലാ ഹൈഡ്രോളിക് സിസ്റ്റവും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് നോക്കിയാൽ ഇതൊരു മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ഒരു വീലിലേക്ക് പോകുന്ന ഹൈഡ്രോളിക് പ്രഷർ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ നിന്ന് എന്ത് പൈപ്പ് എടുത്തിട്ട് 4 വീലുകളിലേക്കും എന്ത് പോകുന്നുണ്ട്, ഈ ഫ്ലൂയിഡ് പോകുന്നുണ്ട്. അപ്പൊ ഈ മാസ്റ്റർ സിലിണ്ടറിന് കൊടുക്കുന്ന പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വീലുകളിലേക്കും ഒരേ പ്രഷറിലും ഒരേ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പാസ്കൽസ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് കാര്യവും ഇപ്പൊ എയറിന്റെ കേസ് ആണെങ്കിലും അതേപോലെ ഇപ്പൊ എന്താ പറയുക, നമ്മുടെ ഹൈഡ്രോളിക്കിന്റെ കേസ് ആണെങ്കിലും ഒക്കെ അവിടെ പ്രഷറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അല്ലെ, പ്രഷറിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ പമ്പ് ഉപയോഗിച്ച് കൊടുക്കുന്ന പ്രഷറിന് അവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ പരീക്ഷകളിൽ തന്നെ പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ ട്രേഡ്സ്മാൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഓട്ടോമൊബൈലിലെ ട്രേഡ്സ്മാൻ പരീക്ഷകളിലൊക്കെ പണ്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു 1 പാസ്കൽ is equal to 1 Newton per meter square. 1 bar is equal to എത്രയാണ്, ഇവിടെ നോക്കിയേ 1 lakh അല്ലെ, 1000, 100, 1000, 10,000 ലക്ഷം പാസ്കൽ അഥവാ 10⁵ പാസ്കൽ അഥവാ 100 കിലോ പാസ്കൽ. 1 bar is equal to 100 കിലോ പാസ്കൽ അഥവാ 10⁵ പാസ്കൽ. 1 bar is equal to 14.5 PSI പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്നാണ് പറയാ, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. അത് ചോദിക്കാറുണ്ട്. 1 bar is equal to എന്നിട്ട് 1 bar is equal to എന്താണ് 10⁵ പാസ്കൽ. ഓപ്ഷൻ എ 10⁵ പാസ്കൽ. അതേപോലെ 14.5 PSI, അതേപോലെ 1.02 kgf per centimeter square എന്താണെന്ന് പറയാം. എന്നിട്ട് ഉത്തരം ഓൾ ഓഫ് ദിസ് എന്നുള്ളത് ഉണ്ടായിരിക്കും. എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊക്കെ +2 ലെവലിൽ പഠിക്കുന്ന കാര്യമാണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ന് പഠിച്ചു വെക്കുക. 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ അഥവാ ഇവിടെ അത് നമ്പറിൽ എഴുതിയിട്ടുണ്ട്, അഥവാ 100 കിലോ പാസ്കൽ. 1 ബാർ എന്ന് പറഞ്ഞാൽ 14.5 PSI എന്ന് പഠിച്ചു വെക്കുക. 1 ബാറിന് പിന്നെ 1.02 കിലോ KGF എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ ഫോഴ്സ് എന്നാണ് പറയാം. KGF per സെന്റിമീറ്റർ സ്ക്വയറുമാണ് എന്ന് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1 ബാർ സീക്വൽ ഇത് 3 തന്നിട്ട് ഓൾ ഓഫ് ദിസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1 kgf per സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.981 ബാർ ആണ്. അപ്പൊ അതും ചോദിക്കാം. 1 kgf per സെന്റിമീറ്റർ സ്ക്വയർ, 1 kgf per സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് അർത്ഥം. ഇതെല്ലാം പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ്. അത് 0.981 ബാർ ആണ് എന്ന് പഠിച്ചു വെക്കുക.
അപ്പൊ ശ്രദ്ധിക്കുക, താഴെ പറഞ്ഞതിൽ പ്രഷറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്, താഴെ പറഞ്ഞതിൽ പ്രഷറിന്റെ യൂണിറ്റ് ആയത് ഏത്, താഴെ പറഞ്ഞതിൽ 1 ബാർ എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഏത്, താഴെ പറഞ്ഞതിൽ kg/cm²ന് ഈക്വൽ ആയിട്ടുള്ള ബാർ ഏത്. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇനി നമ്മൾ ഇതിന്റെ ഹൈഡ്രോളിക്സിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഓയിൽ ഫ്ലോ ഉണ്ട് അല്ലെ. ഓയിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു പമ്പിൽ നിന്ന് നമ്മുടെ ആക്ച്വേറ്റർ വരെ, ഇതാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഒരു പിസ്റ്റണും സിലിണ്ടറും ഒക്കെ ഉണ്ടല്ലോ, ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് വഴി ആക്ച്വേറ്റർ വരെ എന്ത് എത്തുന്നുണ്ട്, ഓയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. A hydraulic system with a pump pushing oil continuously through a pipeline produces a oil flow between any 2 points. 2 പോയിന്റുകൾക്കിടയിൽ, അതായത് പമ്പിന്റെയും ഇവിടെ ആക്ച്വേറ്ററിന്റെയും ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓയിൽ ഫ്ലോ ഉണ്ട്, അഥവാ ഒരു ഓയിലിന്റെ പുഷിംഗ് സാധ്യമാവുന്നുണ്ട്. ആ പുഷിംഗ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, പമ്പ് ഉപയോഗിക്കുന്നത്. ആ പുഷിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരു പമ്പ് ഉപയോഗിക്കുന്നത്. ഈ പമ്പിൽ നിന്ന് വരുന്ന ഓയിൽ എവിടേക്കാണ് വരുന്നത്, ആദ്യം ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവിലേക്കാണ് വരുന്നത്. ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകൾ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ആക്ച്വേറ്ററിൽ എത്തുകയും ആ ആക്ച്വേറ്ററിൽ ആ ഹൈഡ്രോളിക് ഓയിൽ പ്രഷറിൽ എത്തിയാലാണ് നമുക്കതൊരു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുവാനും സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഓയിൽ ഫ്ലോ സാധ്യമാക്കുന്നുണ്ട്. ആ ഓയിൽ ഫ്ലോ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പമ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പഠിച്ചു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോ റേറ്റ്. എന്താണ് ഫ്ലോ റേറ്റ്? ഫ്ലോ റേറ്റ് ഓഫ് ദ ഓയിൽ ഈസ് എ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ദ ഓയിൽ പാസിംഗ് എ പോയിന്റ് പെർ യൂണിറ്റ് ടൈം. അതായത് നമ്മുടെ ഈ പമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യാനുസരണം ഓയില് ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് വഴി ആക്ച്വേറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ഓയിൽ പാസിംഗ് എ പോയിന്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതായത് ഈ വാൽവിലേക്ക് എത്തുന്ന ഓയിലിന്റെ അളവ്, ഫ്ലോ റേറ്റ്, അളവിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡില് എത്ര മീറ്റർ ക്യൂബ് ഓയിലാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മിനിറ്റില് എത്ര ലിറ്റർ ഓയിലാണ് ഈ ഒരു ഭാഗം വഴി, ഒരു പോയിന്റ് വഴി സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പോയിന്റില് ഒരു യൂണിറ്റ് ടൈമില് സർക്കുലേറ്റ് ചെയ്യുന്ന, പാസ് ചെയ്യുന്ന ഓയിലിന്റെ അളവിനെ, ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റില് ഒരു എന്താ പറയുക, നിശ്ചിത സമയത്തിൽ പാസ് ചെയ്യുന്ന ഓയിലിന്റെ അളവ്, അതിനെയാണ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്ലോ റേറ്റ് എന്ന് തന്നെ ചോദിക്കാം. ദ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ഓയിൽ, ദ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ഓയിൽ, അങ്ങനെ ചോദിക്കാം. ദ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ഓയിൽ, ദ മെഷർ ഓഫ് ദ വോളിയം ഓഫ് ഓയിൽ പാസിംഗ് എ പോയിന്റ് പെർ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത ടൈമില് ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഓയിലിന്റെ അളവ്, അതാണ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഫ്ലോ റേറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡോ, അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ മിനിറ്റോ, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡോ, അല്ലെങ്കിൽ ലിറ്റർ പെർ മിനിറ്റ് ഒക്കെയാണ് ഇതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്, ഫ്ലോ റേറ്റിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഫ്ലോ റേറ്റിന്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതേപോലെ ഓയിൽ ഫ്ലോ എന്താണ് എന്ന് ചോദിക്കാം. അതേപോലെ പ്രഷറിന്റെ യൂണിറ്റിനെ കുറിച്ച് ചോദിക്കാം. പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒക്കെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ ആണല്ലോ.